അപ്പോൾ ഗൈസ് നമ്മളെ നമ്മുടെ കോയമ്പത്തൂർ വന്നു കഴിഞ്ഞിട്ട് വണ്ടിയുടെ കോലാകിപ്പോയി. അപ്പോൾ വണ്ടി ഒന്ന് വാഷ് ചെയ്യിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അടുത്ത 4 ദിവസത്തെ ട്രിപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ വണ്ടി വാഷ് ചെയ്ത് നല്ല സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ട്രിപ്പിന് സ്പോയിലർ ഉണ്ടായില്ല. അപ്പോൾ ഈ സ്പോയിലറൊക്കെ പിടിപ്പിച്ച് വണ്ടി വാഷിങ്ങിന് ഇട്ടിട്ട് നമ്മൾ നേരെ എയർപോർട്ടിലോട്ട് പോവുകയാണ് ഗസ്റ്റിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗസ്റ്റ് അറൈവലായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, ഇറങ്ങിയെന്ന് പറഞ്ഞ്. അപ്പോൾ ഒരു ഈ പിക്കപ്പ് ചെയ്യണ എവിടെ നിൽക്കണമെന്ന് വെച്ചപ്പോൾ ഞാനൊരു പില്ലർ നമ്പർ 35 അവിടെ ആയിട്ട് തിരക്കൊഴിഞ്ഞ് അവിടെ നിന്നോളാനാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ഉണ്ടെന്നും പറഞ്ഞിട്ട് എന്നെ വിളിച്ചായിരുന്നത് നമ്മുടെ അറൈവൽസിലോട്ടുള്ള വഴി. അപ്പുറത്ത് നമ്മൾ ഡിപ്പാർച്ചറിൽ കസ്റ്റമറെ കൊണ്ടിറക്കുന്ന സ്ഥലമാണ്, പിക്കപ്പ് ചെയ്യാനായിട്ട് പോണ വഴിയാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു പില്ലർ 35 അവിടെ ഗസ്റ്റ് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ നേരെ അവിടെ വണ്ടികളൊക്കെ നേരമായിട്ട് കിടക്കണ്ട, അത് പിക്കപ്പ് ചെയ്യണ സ്ഥലത്ത് കിടക്കണ്ട. അങ്ങനെ ഇവിടെ ഓരോ കസ്റ്റമേഴ്സും ഓരോ പില്ലറിൻ്റെ അവിടെ നിന്നിട്ട് അവർ വണ്ടികളൊന്ന് പിക്ക് ചെയ്ത് പോകണത് ഇതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ കസ്റ്റമറെ പിക്ക് ചെയ്തിട്ട് നമ്മൾ നൈസായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് കയറിയാണ്. ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇത് സിനിമയിലുള്ള ലൊക്കേഷനാണ്. സുരേഷ് ഗോപിയുടെ ലേലം അങ്ങനെ കുറേ സിനിമയിൽ ഈ ഒരു ലൊക്കേഷൻ ഉണ്ട്. അത് ഞാൻ ഗസ്റ്റിന് കാണിച്ചു കൊടുത്തപ്പോൾ വണ്ടി നിർത്തി കാണാൻ വേണ്ടിയിട്ട് ഗസ്റ്റ് ഇറങ്ങി അവിടെ ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ നൈസായിട്ട് പിന്നെയും ഹൈ റേഞ്ചൊക്കെ കയറി വാഗമണ്ണ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ദിവസം വാഗമണ്ണാണ്. നമ്മൾ ഇനി ഇത് ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് നാളെ നമ്മൾ തേക്കടിക്ക് പോകും. അപ്പോൾ ഫസ്റ്റ് ദിവസം വാഗമണ്ണ്. അപ്പോൾ നേരെ നമ്മൾ സൈറ്റ് സീനാണ് പോണത്. അപ്പോൾ ഈ പോണ വഴിക്ക് നല്ലൊരു വ്യൂ കണ്ടപ്പോൾ കസ്റ്റമർ വണ്ടി എടുത്താൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നിർത്തിയത് നോക്കി, നല്ല കോട അടിച്ച് നിൽക്കണണ്ട. ഇതാണ് വാഗമണ്ണിൽ വന്നിട്ട് കസ്റ്റമർക്കും എനിക്കും അതുപോലെ തന്നെ ഭയങ്കര ഇഷ്ടമായി. കാരണം എല്ലാവരും ഇതൊക്കെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ ഇതാക്കണത് കണ്ട. ഇത് നോക്കി ആ പ്യൂമയും അതിൻ്റെ ഇങ്ങനെ മഞ്ഞ് പൊട്ടി ഇറങ്ങിയൊക്കെ നോക്കി. ഈ കോട നല്ല തണവായിരുന്നു ഈ കോടയുടെ ഇതൊക്കെ. റോഡൊന്നും ചില സമയത്ത് കാണുന്നുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് കോടയായിരുന്നു റോട്ടിലൊക്കെ. കണ്ട നല്ല രസമില്ലേ, ആ വ്യൂ തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. പിന്നെ അത് നമ്മുടെ ചെറുക്കൻ അവിടെ പാർക്ക് ചെയ്തിട്ടേക്കണം. അപ്പം ഇനി നമ്മൾ ഇവിടെ നിന്ന് പയ്യെ തീർക്കാന്നുള്ള പരിപാടിയാണ്. അതിനിടയിൽ അവിടെ ഒരു ഫ്രെയിം പണിതുകൊണ്ടിരിക്കുന്നുണ്ട്, അത് ഓപ്പൺ ആയിട്ടില്ല. ഇല്ലെങ്കിൽ അവിടെ എടുത്ത് നല്ല ഫോട്ടോ എടുക്കണം, നല്ല സീനറി അല്ലേ അത് കണ്ട. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കയറി പോകണ്ട. പോണ വഴിക്കൊക്കെ കോട പൊട്ടി. ഇതിപ്പോൾ കാണുമ്പോൾ കുറച്ച് തെളിച്ചുണ്ട്, പക്ഷേ ഈ വണ്ടിയിലിരുന്ന് ഡയറക്റ്റ് കാണുമ്പോൾ ഇത്ര ഇതില്ല, നല്ല മഞ്ഞാണ് ഈ കാണുന്നത്. നമുക്ക് കുറച്ച് ലോങ്ങിലോട്ടുള്ള ഇതേ കാണുള്ളൂ. പിന്നെ ഈ കാണുന്നത് മൊട്ടക്കുന്നിൻ്റെ അവിടെ നമ്മൾ വണ്ടി ഒതുക്കിയതാണ്. ഈ വണ്ടി ഒതുക്കിയിട്ട് ഗസ്റ്റിനെ നമ്മൾ പറഞ്ഞു വിട്ട് മൊട്ടക്കുന്നിൻ്റെ അവിടെ വരും. അപ്പോൾ ഗസ്റ്റ് തിരിച്ചു വിളിച്ചപ്പോൾ ഗസ്റ്റിനെ പിക്ക് ചെയ്യാൻ പോകണ ഇതാണ് കാണുന്നത്. നമ്മൾ ഇവിടെ ഈ അഡ്വഞ്ചർ പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് തിരിച്ച് മൊട്ടക്കുന്നിൽ വന്നു കഴിഞ്ഞപ്പോൾ പാർക്കിംഗ് ഇച്ചിരി ലോങ്ങിലാണ് കിട്ടിയത്. അപ്പോൾ തിരിച്ച് പറഞ്ഞ വഴിക്കാണ് നമുക്ക് അവിടുത്തെ മൊട്ടക്കുന്നിലോട്ട് കയറുന്നതിൻ്റെ അവിടുത്തെ ഇത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നാണെങ്കിൽ നമുക്ക് കയറായിരുന്നു. കണ്ട ഇതിപ്പോൾ ഈ കാണുമ്പോൾ അവിടെ മുകളിലൊരു പുക പോലെ കാണില്ലേ, അതൊക്കെ ശരിക്കും നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. എന്നിട്ട് ഇവിടുന്ന് എടുത്തിട്ട് കസ്റ്റമറെ നേരെ റൂമിലോട്ടാണ് കൊണ്ടുവന്നാക്കിയത്.